ദൈവത്തിൻ്റെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്കൊന്നിച്ച് പിന്നെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്ത് വരുവാൻ കർത്താവ് തന്ന ഒരു സാവകാശത്തിനായിട്ട് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയെക്കുറിച്ച് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് കേൾക്കുകയും അതിൻ്റെ ലൈവായിട്ടുള്ള എക്സ്പ്രഷൻസൊക്കെ പ്രിയ സഹോദരൻ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്ത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കർത്താവിൽ നിന്ന് കേൾക്കാനായിട്ട് ചില ഭാഗങ്ങൾ എടുക്കാം. നമ്മൾ പണ്ടൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ, അറ്റ്ലീസ്റ്റ് നൗ വെൻ വി ആർ ഇൻ ദ സ്കൂൾ, ഈ പ്രത്യേകിച്ചും ലാംഗ്വേജ് ടീച്ചേഴ്സ് അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ പലപ്പോഴും മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഈ ടീച്ചേഴ്സൊക്കെ ക്ലാസ്സിലോട്ട് വന്നേച്ച് ക്ലോസ് യുവർ ബുക്സ്, ഓക്കെ, ടേക്ക് എ പീസ് ഓഫ് പേപ്പർ, വി ആർ ഗോയിങ് ടു ഹാവ് ടെസ്റ്റ്. കണ്ടു കാണും നിങ്ങളൊക്കെ പലപ്പോഴും. അങ്ങനെയൊക്കെ നിങ്ങളുടെ സ്കൂളുകൾ സംഭവിക്കുന്നത് എനിക്കറിയത്തില്ല. പക്ഷേ ഞങ്ങളുടെയൊക്കെ ക്ലാസ്സിൽ മിക്കവാറും ഒക്കെ സാർമാർ പറയും എപ്പോഴും പഠിച്ചുകൊണ്ടൊക്കെ വരണം, ഞാൻ എപ്പോഴും ചോദ്യം ചോദിക്കും എന്ന് പറയും. പെട്ടെന്ന് ഇങ്ങോട്ട് വരും. അന്ന് ഒരു ദിവസം പഠിക്കാത്തൊരു ദിവസമായിരിക്കും. അന്നായിരിക്കും പറഞ്ഞ ക്ലോസ് യുവർ ബുക്സ്, ഓക്കെ, ലെറ്റസ് സ്റ്റാർട്ട് എന്നും പറഞ്ഞിട്ട് നമുക്ക് അദ്ദേഹം ഒരു ടെസ്റ്റ് ഇടാനായിട്ട് തുടങ്ങും. അന്നേരം എല്ലാവരും കൊണ്ട് എന്തായിരിക്കും, അയ്യോ പഠിച്ചില്ല എന്ന് പറയും അല്ലേ സാറേ? അപ്പം പറയും ഈ ആഴ്ച വേണ്ട, അടുത്ത ആഴ്ച. നമ്മൾ പിന്നെ കരുണയുള്ള സാറന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറയും കുഴപ്പമില്ല, അടുത്ത ആഴ്ച ആക്കാമെന്ന് പറയും. ചിലരിപ്പോഴാണെങ്കിൽ പറയില്ല, അതിപ്പോൾ തന്നെ നടത്തും. അപ്പോൾ ആ ടെസ്റ്റ് ഇപ്പോൾ തന്നെ നടക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ഒരു കാര്യം, ദൈവത്തിൻ്റെ സന്നിധിയിൽ തീർച്ചയായിട്ടുള്ള, ദൈവജനത്തിനകത്ത് വളരെ തീർച്ചയായിട്ടുള്ള ഒരു കാര്യം, 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം, 1 Peter chapter 5 verse 4. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. Yeah, can we read in English please? And when the chief shepherd appears, you will receive the crown of glory that does not fade away. Yeah. When the chief shepherd appears, you will receive the crown of glory that does not fade away. ഈ വാക്യം എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പിന്നെയും ഇറങ്ങിയായിരുന്നു. ഇടയശ്രേഷ്ഠൻ വരുമ്പോൾ, ഇടയശ്രേഷ്ഠൻ നമുക്കറിയാം, ഇടയൻ ഉണ്ട്, ഇടയൻ്റെ ശ്രേഷ്ഠന്മാരുണ്ട് എന്ന് ദൈവജനത്തിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നു. ഇടയശ്രേഷ്ഠൻ വരുമ്പോൾ, ഇടയശ്രേഷ്ഠൻ ആരാണ്? കർത്താവായ യേശു ക്രിസ്തു അല്ലേ, ഇടയശ്രേഷ്ഠൻ. അപ്പോൾ നമുക്ക് അറിയാം കർത്താവ് ഒരു ഇടയനാണ്. പലപ്പോഴും ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ഒരു ഇടയൻ എന്നുള്ള നിലയിൽ പല പ്രാവശ്യവും ഇതിനെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. കർത്താവ് പഠിപ്പിക്കുന്ന സങ്കീർത്തനം 23, എല്ലാവർക്കും സങ്കീർത്തനം 23 കാണാപ്പാടമൊക്കെ അറിയാം. നമ്മൾ കൊച്ചു പിള്ളേരെ പോലും പഠിപ്പിക്കുന്നതാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു. ഞാനിപ്പോൾ കൊച്ചിനോട് ചോദിച്ചാൽ പറഞ്ഞു, ഷി വാസ് റെഡി ടു സേ ദ സെയിം വേഴ്സ്, ദ ലോർഡ് ഇസ് മൈ ഷെപ്പേർഡ്. എല്ലാവർക്കും അറിയാം. അപ്പം ഷെപ്പേർഡ് എന്തുവാണ് എന്നുള്ളത്, എന്താണ് ഷെപ്പേർഡിൻ്റെ പണി എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ശരിക്കും പറഞ്ഞാൽ ദൈവജനത്തിനകത്ത് തന്നെയുണ്ട്. എന്താണ് ഷെപ്പേർഡ് ചെയ്യുന്നത്? നമുക്ക് സങ്കീർത്തനം 23 വേഗത്തിൽ നമ്മൾ നോക്കിയാൽ എന്താണ് ചെയ്യുന്നത്? യഹോവ എൻ്റെ ഇടയനാകുന്നു, അതുകൊണ്ട് എന്തില്ല, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പിന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവനെ നടത്തുന്നു. ഇതെല്ലാം ഇടയൻ്റെ ഡ്യൂട്ടിയാണ്. ആരെ ചെയ്യുന്നതാണ്? ഈ ആടുകളെ ഇത് പോറ്റുന്ന ഇടയൻ്റെ ഡ്യൂട്ടിയാണ് പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് കൊണ്ടുപോവുക, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുക. അതേപോലെ തന്നെ ശത്രുക്കളൊക്കെ വരുമ്പോൾ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഉള്ളൊരിതാണ്, അതിൻ്റെ ദേഹത്ത് എന്തെങ്കിലുമൊക്കെ ചില കീടങ്ങളൊക്കെ വരുമ്പോൾ പടിയും കോലും എണ്ണയും കൊണ്ടൊക്കെ നന്നായിട്ട് ഈ ആടുകളെ സൂക്ഷിക്കുക. ഇതെല്ലാം ഇടയൻ്റെ ജോലിയാണ്. ചെന്നായ്ക്കളൊക്കെ വരുമ്പോൾ ചാടി വീണ് ഈ ഇടയൻ ഈ ആടിനെ സൂക്ഷിക്കുന്നതായി കാണുന്നു. അപ്പോൾ ഇത് ഒരു ഇടയൻ്റെ ഒരു ജോലിയാണ്. അപ്പം ആ ഇടയൻ്റെ ജോലിയെക്കുറിച്ച് ഇവിടെ പറയുന്നൊരു കാര്യം, പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ദൈവസഭയിലും ഇടയന്മാരുണ്ട്. ദ എൽഡേഴ്സ് ഹു ആർ ടേക്കിംഗ് കെയർ ഓഫ് ദ ചർച്ചസ്, മോസ്റ്റ്ലി കോൾ ഇടയന്മാരെന്ന് തന്നെയാണ് പറയുന്നത്, അല്ലെങ്കിൽ ദേ ആർ കോൾ ഷെപ്പേർഡ്സ്. അവരോട് പറയുകയാണ്, ദ ചീഫ് ഷെപ്പേർഡ് വിൽ കം. ഒരു ദിവസം ഈ പ്രധാനപ്പെട്ട ഇടയൻ വരും, ശ്രേഷ്ഠ ഇടയൻ വരും. ആ ഇടയൻ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കിരീടം തരും. ആ കിരീടത്തിൻ്റെ പേരെന്താണ്?
തേജസ്സിൻ്റെ വാടാ കിരീടം. നമുക്ക് പല സമയത്തും പല കിരീടങ്ങളും നമ്മൾ കാണാറുണ്ട്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രൗൺ. എല്ലായിടത്തിനും ഒരു ക്രൗൺ അല്ല. ദർ ഇസ് എ നീതിയുടെ വാടാ കിരീടം. ആർക്ക് കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ പൗലോസ് പറയുന്നില്ല, നല്ല ഓട്ടം ഓടി തികച്ച അവർക്ക് വേണ്ടി കൊടുക്കുന്ന നീതിയുടെ വാടാ കിരീടം. ഇവിടെ പറയുന്നത് എന്തിനാണ്? തേജസ്സിൻ്റെ വാടാ കിരീടം. ദർ ഇസ് എ ക്രൗൺ ഓഫ് ഗ്ലോറി വിൽ ബി ഗിവൺ ടു ദ ഷെപ്പേർഡ്സ് ഹൂ ആർ ഡൂയിങ് ദ ജോബ് പ്രോപ്പർലി. നന്നായി ചെയ്യുന്ന ജോലി. എന്നിട്ട് അപ്പോസ്തലൻ പത്രോസാണ് ഇത് എഴുതുന്നത്. 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, വേഴ്സ് 1. 5:1. നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളികളുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, ഐ ആം എ ഫെലോ എൽഡർ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കണം. ഇവിടെ ദൈവസഭയിൽ അപ്പോസ്തലൻ പത്രോസ് ഈ ലേഖനം തുടങ്ങുമ്പോൾ ആദ്യത്തെ വാക്യം എന്താണ്? 1 പത്രോസ് 1-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം, യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ്, അല്ലേ? ദ പീറ്റർ ആൻഡ് അപ്പോസിൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പീറ്റർ ആൻഡ് അപ്പോസിൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പക്ഷേ ഇവിടെ അദ്ദേഹം പറയാണ്, ഐ ആം ഓൾസോ എ ഫെലോ എൽഡർ. ഞാനും ഒരു കൂട്ട ഇടയനായ ഒരു വ്യക്തി. നമ്മൾ മനസ്സിലാക്കണം, അപ്പോസ്തലൻ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ വി ടോക്ക് അബൌട്ട് ഹയറാർക്കി. ഇവിടെ ഹയറാർക്കി ഒന്നുമല്ല. ഇവിടെ പറയുന്നത് അപ്പോസ്തലനാണ്, അറ്റ് ദ സെയിം ടൈം ഈസ് ഓൾസോ ആൻ എൽഡർ. ആ വ്യക്തി ആയിരിക്കുന്ന, എപ്പോഴും നമുക്കിവിടെ കാണുന്നതായിട്ടുള്ള കാര്യം, ഇങ്ങനെ ഒരാൾ അടുത്ത ലെവൽ ഇങ്ങനെ പോകുന്നൊരു പോക്കല്ല. എപ്പോഴും നമ്മൾ കാണുന്നത് അപ്പോസ്തലനായിരിക്കുന്ന വ്യക്തി തന്നെ ആ എൽഡറായിട്ട് ആ സഭയിലുണ്ട്. അതുപോലെ തന്നെ ഉള്ള മറ്റ് എൽഡേഴ്സിനോടും അദ്ദേഹം പറയുന്ന ഒരു കാര്യം പറയുകയാണ്, ഐ ഹാവ് സീൻ ദ ലോർഡ്. ഞാൻ ഈ കർത്താവിൻ്റെ കഷ്ടങ്ങൾ കണ്ടതാണ്. സീസ് ഐ ആം എ ഫെലോ എൽഡർ ആൻഡ് എ വിറ്റ്നസ് ഓഫ് ദ സഫറിങ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ സാക്ഷിയാണ്. ഐ ആം എ ഫെലോ എ വിറ്റ്നസ് ഓഫ് ദ സഫറിങ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുയേശുവിൻ്റെ സഫറിങ്ങിൻ്റെ എല്ലാം സാക്ഷിയാണ്. ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം, ദൈവസഭ ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ കഷ്ടങ്ങളിൽ കൂടെ ഒന്നും കടന്നു പോകത്തില്ല എന്നൊന്നും ദൈവത്തിൻ്റെ വചനം പുതിയ നിയമത്തിൽ പഠിപ്പിക്കുന്നില്ല. പലപ്പോഴും പലരുമൊക്കെ അങ്ങനെ പറയാറുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒന്നും വരുത്തില്ല, എല്ലാത്തിൽ നിന്നും കർത്താവ് വിടുവിക്കും, അല്ലെങ്കിൽ അതെല്ലാം ഒഴിച്ചു മാറ്റും. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ ശിഷ്യനായിരുന്ന യാക്കോബിൻ്റെ തല ഛേദിക്കുവാൻ ദൈവം അനുവദിച്ചു. എന്നാൽ പത്രോസിനെ ദൈവം വിടുവിച്ചു. ആരോട് ദൈവം നീതി ചെയ്തേ? ആരോടെങ്കിലും പ്രത്യേകിച്ച് പാർഷ്യാലിറ്റി ദൈവത്തിനുണ്ടോ? ഇല്ല. ഏറ്റവും എല്ലാം സകലതും നന്നായി ചെയ്യുന്ന ദൈവം. അപ്പം ഇതെല്ലാം കണ്ട പത്രോസാണ് പിന്നീട് എഴുതുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഐ ആം എ ഫെലോ എൽഡർ ആൻഡ് എ വിറ്റ്നസ് ഓഫ് ദ സഫറിങ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളുടെ സാക്ഷിയാണ് ഞാൻ. അതുകൊണ്ട് ഇതേ മനോഭാവം തന്നെ നിങ്ങളുടെ ഹൃദയങ്ങളുടെ ഉള്ളിലും ഉണ്ടായിരിക്കണം. ഇതേ മനോഭാവം തന്നെ. എന്ത് മനോഭാവം? ദി ആം യുവർ സെൽഫ്. 4:1, 1 പത്രോസ് 4:1. Can you read in English, please? 1 Peter chapter 4, verse 1. Therefore, since Christ suffered for us in the flesh, arm yourself also with the same mind. കർത്താവായ യേശു ക്രിസ്തു സഫർ ചെയ്തതുപോലെ നിങ്ങളുടെ ഹൃദയങ്ങളുടെ ഉള്ളിലും ഒരു മനസ്സുണ്ടായിരിക്കണം. കഷ്ടങ്ങൾ കൂടെ കടന്നു പോകാൻ, പ്രയാസങ്ങൾ കൂടി കടന്നു പോകാൻ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടായിരിക്കണം. അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല എന്നല്ല അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നു. കാരണം ക്രിസ്തുയേശു നമുക്ക് മുമ്പാകെ നടന്നുപോയി. 1 പത്രോസ് 2-ാം അധ്യായം 21-21. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാൽച്ചുവടുകൾ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. ക്രിസ്തുവും നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നമുക്ക് ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. എന്താണ്? വി മേ ഹാവ് ടു ഗോ, വി ഡോണ്ട് ഹാവ് ടു. എല്ലാവരും അങ്ങനെ പോകുമെന്നല്ല. ഒരു പക്ഷെങ്കിൽ there may be situations that it have to go. So he said that അദ്ദേഹം പറയുകയാണ്, I am a witness of the suffering of Christ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടതയുടെ സാക്ഷിയാണ് ഞാൻ. എന്നാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, ഈ കഷ്ടതയുടെ മധ്യത്തിലും കർത്താവ് നമ്മുടെ കൂരിൽ താഴ്വരെ കൂടി നടന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല. അപ്പം ഈ ശ്രേഷ്ഠ ഇടയൻ
നമ്മളെ കൈവിട്ടേച്ച് പോവുകയില്ല. അപ്പം ഇവിടെ പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കോണം. അപ്പം അദ്ദേഹം പറയാണ് ഐ ആം എ വിറ്റ്നസ് ആൻഡ് ദെൻ ഹി സേസ് ഐ ആം വെയിറ്റിംഗ് ഫോർ ദ ഗ്ലോറി വിച്ച് ഇസ് ഗോയിങ് ടു ബി റിവീൽഡ്. വായിച്ചാട്ട 5:1 മൂന്നാമത്തെ ഭാഗം. നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ഇല്ല 5 വായിച്ചോ. കറക്റ്റ്, യു ആർ റൈറ്റ്. വായിച്ചോ. ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളികളുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത്. വെളിപ്പെടുവാനുള്ള തേജസ്സിന്റെ കൂട്ടാളിയുമായി. പ്രൈസ് ദി ലോർഡ്. സോ ദാറ്റ് മീൻസ് ദെർ ഇസ് എ ഗ്ലോറി വിച്ച് ഇസ് യെറ്റ് ടു ബി റിവീൽഡ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇപ്പോൾ നമുക്കൊരു പക്ഷെങ്കിൽ ചില കാര്യങ്ങൾ നോക്കുമ്പോൾ, ആൾക്കാരെയൊക്കെ നോക്കുമ്പോൾ അവർ ക്ഷീണിച്ചും ശോഷിച്ചും ഒക്കെ ഇരിക്കുന്ന ഒരു പക്ഷെങ്കിൽ അതില്ല ഇതില്ല എന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷേ റിമെമ്പർ ദർ ഇസ് എ ഹിഡൻ ഗ്ലോറി വിച്ച് ഇസ് ഗോയിങ് ടു ബി റിവീൽഡ് വൺ ഡേ വെൻ ദ ലോർഡ് ഇസ് കമ്മിങ്. കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ ഒരു മഹത്വമേറിയ ഒരു വെളിപ്പാട് അന്ന് കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതേ പറഞ്ഞാൽ ദർ ഇസ് എ ഹിഡൻ ഗ്ലോറി വിച്ച് ഇസ് യെറ്റ് ടു ബി റിവീൽഡ്. ഐ എം ഗോയിങ് ടു ബി പാർട്ടേക്കേഴ്സ് ഓഫ് ഇറ്റ്. നമ്മുടെയും പ്രത്യാശ അത് തന്നെയായിരിക്കണം. നമ്മുടെയും പ്രത്യാശ യെസ് ദ ലോർഡ് ഇസ് ഗോയിങ് ടു ഗിവ് മി എ ഗ്ലോറി വിച്ച് ഇസ് നോട്ട് യെറ്റ് റിവീൽഡ്. ഇപ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ കർത്താവ് ഒരു ദിവസം വരുമ്പോൾ എനിക്ക് വേറൊരു ഗ്ലോറി കർത്താവ് തരും എന്നുള്ളത് നമ്മുടെ പ്രത്യാശയുടെ ഭാഗമാണ്. പ്രൈസ് ദ ലോർഡ്. അതെല്ലാം കർത്താവ് വിവരിച്ച് നമുക്ക് തന്നിട്ടില്ല. അതിൻ്റെ ഗ്ലിംസ് ഒക്കെ അവിടെ ഇവിടെയായിട്ട് നമുക്ക് ദൈവം തന്നിട്ടുള്ളൂ. അതാണ് അദ്ദേഹം ഏറ്റു പറയുന്നത്. അതുകൊണ്ട് എന്തോ ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നു ഷെപ്പേർഡ്സ്. നൗ ഹി സേസ് ഐ ആം എ ഷെപ്പേർഡ്, ഐ ആം ഓൾസോ ടെല്ലിംഗ് യു exhorting the shepherds, dear shepherds, shepherd the flock of God which is among you. രണ്ടാമത്തെ വാക്യം. നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവീൻ. നിർബന്ധത്താലല്ല ദൈവത്തിന് ഹിതമാം വണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല ഉന്മേഷത്തോടെയും ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുകയും. 3 കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. വൺ നെഗറ്റീവ് ആൻഡ് എങ്ങനെ ആകരുത്, ഇങ്ങനെ ആവണം, ഇങ്ങനെ ആവരുത്, ഇങ്ങനെ ആവണം, ഇങ്ങനെ ആവരുത്, ഇങ്ങനെ 3 കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് ഷെപ്പേർഡ്സിനെ കുറിച്ച് എഴുതിയതാണെങ്കിലും നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, വ്യക്തിപരമായി മനസ്സിലായി എവ്രിബഡി ഹാസ് ബീൻ ഗിവൻ സം കൈൻഡ് ഓഫ് അതോറിറ്റി. ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണ്, ഇപ്പോൾ നമുക്ക് ഒരു സഭയിൽ ഒരു മൂപ്പനായിരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു പക്ഷെങ്കിൽ ദൈവസഭ പരിപാലിക്കുവാനുള്ള ഒരു ജോലി കൊടുത്തിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ വീട്ടിലായിരിക്കുമ്പോൾ നമുക്ക് വീട്ടിൻ്റെ തലയെന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ആരാണ്? പലപ്പോഴും അതിനെക്കുറിച്ച് ഡിബേറ്റുകൾ ഉണ്ടാവും. പക്ഷേ തലയെന്ന് കർത്താവ് പറയുന്നത് ഭർത്താവിനെ തന്നെയാണ്. ഓക്കെ. അപ്പം ആ വീടിൻ്റെ തല, അതിന് അദ്ദേഹത്തിനൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അമ്മ എന്നുള്ള നിലയിൽ അമ്മയ്ക്ക് ചില റെസ്പോൺസിബിലിറ്റികളുണ്ട്. കുഞ്ഞുങ്ങളെന്നുള്ള നിലയിൽ കുഞ്ഞുങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതേപോലെ ദൈവസഭയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഓരോ കാര്യത്തിനും ഇപ്പം നമുക്ക് വളരെ സിമ്പിളായിരിക്കും. നമുക്ക് ചിലപ്പോൾ ഒരു പിയാനോ പ്ലേ ചെയ്യുന്നതിനായിരിക്കും, ചിലപ്പം മൈക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായിരിക്കും, ഒക്കെ വളരെ സിമ്പിൾ ജോലികളായിരിക്കാം. പക്ഷേ ഇതിനെല്ലാം നമുക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുകയാണ്. മനസ്സിലാക്കണം. ഈ ദാവീദ് പറയാണ്, എനിക്ക് ആദിൽ കാവൽക്കാരനായിരുന്നാൽ മതി, അവിടെ പോയിരുന്നാൽ മതി. ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ്. ദാറ്റ് ഈസ് എ ഗ്ലോറിയസ്. ദൈവത്തിൻ്റെ ആ വലിയ ശുശ്രൂഷയുടെ ഭാഗത്തിൽ ഒരല്പം നമുക്ക് ചെയ്യാൻ ദൈവം തരുമ്പോൾ അവിടെ ഉണ്ടാകേണ്ട ഒരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ പറയുന്നത് ഷെപ്പേർഡ്സ്, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് among you. He says not by compulsion but willingly. നിർബന്ധത്തോടെ അല്ല. മനസ്സിലായോ? കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നത് നിർബന്ധത്തോടെ അല്ല, പക്ഷെ സന്തോഷത്തോടെ, വില്ലിംഗ്ലി. ഞാൻ ചെയ്യണമല്ലോ, ഞാൻ അങ്ങനെ കൊടുക്കണമല്ലോ, തരണമല്ലോ, ഞാൻ പാടണമല്ലോ, ഞാൻ ഓടണമല്ലോ, ചാടണമല്ലോ, ഇതെല്ലാം നിർബന്ധത്തോടെ അല്ല, പക്ഷെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വളരെ സന്തോഷത്തോടെ. ആർക്ക് ചെയ്യുന്നോണം? ക്രിസ്തുയേശുവിന് ചെയ്യുന്നോണം. ഹല്ലേലൂയ. മനസ്സിലാക്കണം, മറിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഏറ്റവും വിലപിടിപ്പുള്ള ആ സമ്പാദ്യം എടുത്ത് കർത്താവിൻ്റെ പാദപീഠങ്ങളിൽ കൊണ്ടൊഴിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രിയ സാരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാകണം, ഇവിടെ വിലപിടിപ്പുള്ളതിനെ. ദ വർഷിപ്പ്, ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സൺഡേ സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുന്നത്, ദ വർഷിപ്പ്, ആരാധന എന്ന് പറയുന്ന വേർഡ് ആദ്യം വരുന്നത് എവിടെയാണ് കുഞ്ഞുങ്ങളെ? എവിടെയാണ് വരുന്നത്? ഇൻ ജെനസിസ്. ആരാധന എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും ആരാധിക്കണം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? ആരാധന എന്ന് പറയുന്ന ഫസ്റ്റ് ടൈം ആരാധന എന്ന് പറയുന്നത് ഇറ്റ് കംസ് ഇൻ ജെനസിസ്. ആ ആരാധന എവിടെയാണെന്നറിയാമോ? അബ്രഹാം തൻ്റെ പ്രിയപ്പെട്ട ഐസക്കിനെ കൊണ്ടുവന്ന്
യാഗപീഠത്തിൽ സമർപ്പിക്കുക. അവിടെയാണ് ആരാധന നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോഴാണ് ആരാധന എന്നൊക്കെ കർത്താവ് അതിനെ വിളിക്കുന്നത്. അല്ലാതെ നമുക്ക് നമ്മുടെ അധരങ്ങൾ കൊണ്ട് വെറുതെ മാത്രം നമ്മൾ പറഞ്ഞാൽ ആരാധനയാകുകയില്ല. നമ്മളെ തന്നെ അർപ്പിക്കുന്നതാണ് ആരാധന. അപ്പം അബ്രഹാമിനെ തന്നെ യാഗപീഠത്തിലോട്ട് കൊണ്ടുവന്നിട്ടാണ് ആരാധന അർപ്പിക്കുന്നത്. അപ്പം മനസ്സിലാക്കണം. അപ്പം ഇവിടെ നിർബന്ധത്താലല്ല, പക്ഷെ വില്ലിംഗ്ലി കർത്താവിന് വേണ്ടി ചെയ്യുന്ന ഒരു ഷെപ്പേർഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. വില്ലിംഗ്ലി. രണ്ടാമത്തെ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, രണ്ടാമത്തെ ഭാഗം വായിച്ചാട്ടെ. ഉന്മേഷത്തോടെയും ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, തൊട്ടുമേളി നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവീൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല. ഇവിടെ പറയുന്നത് നോട്ട് ഫോർ ഡിസോണസ്റ്റ് ഗെയിൻ ബട്ട് ഈഗർലി. ഒരു രീതിയിലും ഇതിനകത്തുനിന്ന് ലാഭം കൊയ്യാനല്ല. മനസ്സിലായോ? ഒരു രീതിയിലും ലാഭം ഉണ്ടാക്കാനല്ല. ദൈവവേലയ്ക്ക് ഇറങ്ങിയച്ച് ലാഭം ഉണ്ടാക്കിയെന്ന് പറയാനായിട്ടല്ല. കർത്താവിൻ്റെ ജോലി ചെയ്യുന്നത്, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത് ഇതിനൊന്നും ലാഭം ഉണ്ടാക്കാനല്ല. ഞാൻ ഒരു കാര്യം പറയാം, ശരിക്കും പറഞ്ഞാൽ കർത്താവിൻ്റെ വേലയ്ക്കും കർത്താവിൻ്റെ കാര്യത്തിനും വേണ്ടി നമുക്ക് നഷ്ടമേ ഉണ്ടാകത്തുള്ളൂ. ബിക്കോസ് വി ആർ ഗീവിങ്. കർത്താവ് ആർക്കും കടക്കാരനൊന്നുമല്ല, പക്ഷേ അറ്റ് ദ സെയിം ടൈം കർത്താവ് തന്നിട്ടാണ്. പക്ഷേ എന്നാലും നമ്മൾ ഓൾവേസ് വി ആർ അറ്റ് ദി ഗിവിങ് എൻഡ്. കർത്താവ് തന്നു, നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അപ്പം വി ആർ ഓൾവേസ് ഗിവിങ്. അധികം ലഭിച്ചവനോട് അധികം ചോദിക്കും. അപ്പം നമ്മളോടൊക്കെ അധികം തന്നിട്ടുണ്ട്, പക്ഷേ അധികം നമ്മളോട് ചോദിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു നോട്ട് ഫോർ ഗ്രീഡിനെസ്. പൈസ ഉണ്ടാക്കാനോ ലാഭേച്ഛയ്ക്കായിട്ടോ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ മനസ്സിലാക്കണം, ഈ ഓരോ ശുശ്രൂഷകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാം, അതുകൊണ്ടൊക്കെ പൈസ ഉണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ വളരെ ഭയത്തോടുകൂടെ വേണം ഈ കാര്യത്തിലൊക്കെ നമ്മൾ തൊടുവാൻ. കാരണം ദൈവത്തിൻ്റെ ഗ്ലോറിയെ തൊടുന്ന ഓരോ കാര്യങ്ങളാണിത്. അപ്പം അതുകൊണ്ട് നമ്മൾ വളരെ ഭയത്തോടെ കർത്താവോട് പറയുക, വേറെ ഏതെങ്കിലും എനിക്ക് മാനത്തിന് വേണ്ടിയോ എനിക്ക് ഏതെങ്കിലും ഗുണത്തിന് വേണ്ടിയോ അല്ല, മറിച്ച് ദൈവത്തിന് വേണ്ടി. ഇവിടെ പറഞ്ഞിരിക്കുന്നു, he says not for dishonest gain but eagerly. കർത്താവിന് മഹത്വം ഉണ്ടാകേണ്ടതിന് ദൈവത്തിന് വേണ്ടി ഈഗർലി ചെയ്യുന്നവരായിരിക്കണം. അപ്പോൾ പലപ്പോഴും നമ്മൾക്ക് ഓരോ കാര്യങ്ങളൊക്കെ ദൈവം നമുക്ക് തരുമ്പോൾ വീണ് തരുന്ന സമയത്ത് നമുക്കറിയാം, കുറേക്കാരനായ ശീമോനെ കർത്താവിൻ്റെ ക്രൂശ് ചുമക്കുവാനായിട്ട് അവർ നിർബന്ധിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നിർബന്ധിച്ചാണ് അദ്ദേഹം ക്രൂശ് ചുമന്നത്. എന്നാൽ പിന്നീട് അവരുടെ തലമുറകൾക്ക് പോലും അനുഗ്രഹമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നിർബന്ധത്താലാണ് അദ്ദേഹം ചുമന്നത്, പക്ഷേ അവിടെ തലമുറകൾ പോലും അനുഗ്രഹിക്കപ്പെട്ടു കർത്താവിൻ്റെ ക്രൂശ് ചുമന്നത് കൊണ്ട്. അപ്പോൾ പ്രിയ സഹോദരനെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ചെറിയ ജോലികളായിരിക്കും, ചെറിയ ഭാഗമായിരിക്കും, ബട്ട് ഡു ഇറ്റ് വിത്ത് ഫെയ്ത്ത്ഫുൾനെസ് ആൻഡ് ഈഗർനെസ്. എൻ്റെ ദൈവത്തിൻ്റെ ആ ഒരു ജോലി ചെയ്യുവാൻ ദൈവം എന്നെ കണ്ടെടുത്തല്ലോ, എന്നെ തിരഞ്ഞെടുത്തല്ലോ. നിങ്ങൾക്ക് ഓരോ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ അറിയാം. ശമൂവേലിനോടൊക്കെ പറഞ്ഞു, ശമൂവേലേ, നിനക്കുള്ള ആകെയുള്ള ജോലി രാവിലെ എഴുന്നേൽക്കണം, ഇവിടെയൊക്കെ വൃത്തിയാക്കണം, ജനലൊക്കെ തുറന്നിടണം, വിളക്കൊക്കെ കത്തിക്കണം, എല്ലാം ഇതൊക്കെയാണ് ശമൂവേൽ കുറിച്ച് ആദ്യമുള്ള ജോലി. അപ്പം ശമൂവേൽ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഒരു ദിവസം ശമൂവേലിനോട് ദൈവം സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പം മനസ്സിലാവും, നമ്മുടെ വിശ്വസ്തത കണ്ട് അല്പത്തിലായിരിക്കുന്ന നമ്മുടെ വിശ്വസ്തത കർത്താവ് നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നു. അധികത്തിലല്ല. നമ്മൾ അധികങ്ങൾ തന്നിട്ട് ഞാൻ വിശ്വസ്തനാകാൻ ഒരിക്കലും നമ്മളാകുകയല്ല. അല്പമായി ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുമ്പോൾ ബി ഫെയ്ത്ത്ഫുൾ. അല്പത്തിൽ വിശ്വസ്തനായതിനെ അധികത്തിൽ വിചാരകനാക്കും. അപ്പം ദൈവത്തിൻ്റെ പ്രിൻസിപ്പിൾ അതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു നോട്ട് ഫോർ എനി കൈൻഡ് ഓഫ് ഗ്രീഡ് ബട്ട് ഈഗർലി. മൂന്നാമത്തെ ഭാഗം എഴുതിയിരിക്കുന്നത് എന്താണ്? ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും. നോട്ട് ബീങ് എ ലോർഡ്സ് ഓവർ സംബഡി, നോട്ട് ആസ് ബീങ് ലോർഡ്സ് ഓവർ ദോസ് എൻട്രസ്റ്റഡ് ടു യു, ബട്ട് ബീങ് എക്സാമ്പിൾസ് ടു ദ ഫ്ലോക്ക്. ആരുടെയെങ്കിലും ഇല്ലേ കർത്തൃത്വം. ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവസഭയിൽ നമ്മളെല്ലാവരും കർത്താവിൻ്റെ മക്കളും കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു, നമുക്ക് എല്ലാവർക്കും വേണ്ടി വില തന്നതിനും ഒക്കെയാണ്. ഓഫ് കോഴ്സ് റെസ്പോൺസിബിലിറ്റീസ് ഓരോരുത്തർക്ക് വ്യത്യാസവും താലന്തുകൾക്ക് വ്യത്യാസവും ഒക്കെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഇതാരുടെ മേലും മേൽക്കോയ്മ കാണിക്കാൻ ഉള്ളതല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ എല്ലാവർക്കും? ആരുടെ മേലും മേൽക്കോയ്മ കാണിക്കാനുള്ളത്. നോട്ട് ടു ലോഡ് ഇറ്റ് ഓവർ സംബഡി. പലപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊക്കെ ഉണ്ടാകാവുന്ന ഒരു വലിയൊരു കാര്യം, എന്തെങ്കിലും കാര്യം നമ്മൾ ശരിയായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വിധി മറ്റുള്ളവർക്ക് മാർക്കിടുന്നവരായിരിക്കും. നമ്മുടെ ഒരു ടെൻഡൻസിയാണ്. ഞാൻ ഉൾപ്പെടെയുള്ള കാര്യം ഈ പറയുന്നത്. മാനുഷികമായ ഒരു ടെൻഡൻസികളാണ് ഈ കാര്യങ്ങൾ.
നമുക്ക് മറ്റുള്ളവരോട് കാരണം എൻ്റെ സയൻസിന് എത്ര ഉണ്ടാ, സയൻസിന് 100 അപ്പോൾ സന്തോഷം. ഇനി എൻ്റെ ജോലി എന്നാ, ബാക്കി എല്ലാവരോടും എന്നെ ഇങ്ങനെ നോക്കി നടക്കാം, നിനക്കെത്ര കിട്ടി. എന്നാൽ തോറ്റവനായിരുന്നെങ്കിലോ മടക്കി പോക്കറ്റിലിടും, എത്ര കിട്ടിയെന്ന് ആരോടും പറയത്തില്ല, ചോദ്യവും ഇല്ല, പറച്ചിലും ഇല്ല. കാരണം ഇത് ആരോടും കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പടക്കി ജയിച്ചില്ല. മനസ്സിലായോ? എന്നാൽ പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു ടെൻഡൻസി, നമ്മുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആകുന്നുണ്ടേ, എന്താ സഹോദരാ ഒന്നുമില്ലാത്ത. റിമെമ്പർ, ഗോഡ് ഹാസ് ഷോൺ us mercy. ദൈവം നമ്മളോട് കരുണ കാണിച്ചതാണ്. കരുണ ലഭിച്ചവനാണെങ്കിൽ കരുണയോടുകൂടെ വർത്തിക്കുവാൻ ദൈവം നമ്മളെ ഉത്സാഹിപ്പിക്കും. മറ്റുള്ളവരോടും കരുണ കാണിക്കുവാൻ ദൈവം നമ്മളെ ഉത്സാഹിപ്പിക്കുന്നു. അത് പറഞ്ഞു, നോട്ട് ടു ലോഡ് ഇറ്റ് ഓവർ സംബഡി, ബട്ട് ഓൾവേസ് ഡു ഇറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് യു ബീങ് എൻ എക്സാമ്പിൾ. കർത്താവ് അങ്ങനെയല്ല ചെയ്തേ. കർത്താവാണ് ആദ്യം പോകുന്ന ക്രൂശിലോട്ട്. കയറണേ. അത് കഴിഞ്ഞതിന് ശേഷം ഫോളോ മീ. അത് കഴിഞ്ഞതിന് ശേഷം കർത്താവ് പറഞ്ഞു എൻ്റെ പിന്നാലെ വരാനായിട്ട്. എന്നാൽ കർത്താവ് മാറി നിൽക്കുകയും ശിഷ്യന്മാരുടെ പറയും നിങ്ങളാദ്യം ക്രൂശിലോട്ട് പോവുകയെന്ന് പറഞ്ഞാൽ ആ ഒരു എക്സാമ്പിൾ അല്ല നമ്മളുടെ ജീവിതത്തിലുള്ളത്. അവിടെ പറഞ്ഞിരിക്കുന്നു, ഷെപ്പേർഡ്സിനോട് പറയുകയാണ്, യു ഓൾവേസ് ഷുഡ് ബി ആൻ എക്സാമ്പിൾ ഇൻ യുവർ പേഴ്സണൽ ലൈഫ്. പിന്നെ പറയുകയാണ്, താഴോട്ട് നമ്മൾ വായിച്ചിരിക്കുന്നു, താഴോട്ട് വായിച്ചാൽ ആൻഡ് വെൻ ദ ചീഫ് ഷെപ്പേർഡ് അപ്പിയേഴ്സ്. അടുത്ത വാക്യം, എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഇതെല്ലാം നമ്മൾ എന്തിനു ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവസഭയെ പരിപാലിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ദൈവസഭയെ പരിപാലിക്കുവാനായിട്ട് ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ, കർത്താവിൻ്റെ സന്നിധിയിൽ ഓരോ കാര്യങ്ങളും ഉത്സാഹത്തോടുകൂടി ചെയ്യുവാൻ നമ്മൾ മനസ്സ് വെക്കണം. ദൈവം നമുക്ക് ഒരു താലന്തേ തന്നിട്ടുള്ളെങ്കിലും വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുവാൻ പലപ്പോഴും സഹോദരങ്ങളോടൊക്കെ ഞാൻ ഉത്സാഹിപ്പിക്കുന്നു. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം എടുക്കുവാൻ ദൈവം അവസരങ്ങൾ തരുന്നുവെങ്കിൽ സന്തോഷത്തോടെ ചെയ്യുക. പ്രാർത്ഥിക്കുവാൻ അവസരങ്ങൾ തരുന്നുണ്ടെങ്കിൽ സന്തോഷത്തോടെ ചെയ്യുക. ഒരു പാട്ട് പാടുവാൻ അവസരങ്ങൾ തരുന്നെങ്കിൽ സന്തോഷത്തോടെ ചെയ്യുക. അതേപോലെ തന്നെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും നമുക്ക് ചെയ്യുവാനായിട്ട് ദൈവം നമുക്ക് അവസരങ്ങൾ തരുന്നെങ്കിൽ സന്തോഷത്തോടെ ചെയ്യുക. ഗോഡ് വിൽ ബ്ലസ് യു ഫോർ ദാറ്റ്. ദൈവം നമ്മളെ ധാരാളം അക്കാര്യത്തിൽ അനുഗ്രഹിക്കും. അവിടെ പറയുകയാണ്, വൺ ഡേ പ്രധാനപ്പെട്ട ആ ദൂതൻ വരുന്ന സമയത്ത് ഹി വിൽ ഗിവ് യു ദ ക്രൗൺ ഓഫ് ഗ്ലോറി. ദൈവം ആ ഒരു കിരീടം നമുക്ക് കിരീടത്തിന് വേണ്ടിയല്ല, മറിച്ച് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തതിന് തിരിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അവിടെ പറഞ്ഞിരിക്കുന്ന ഒന്ന് അപ്പോസ്തല പ്രവൃത്തിയിലെ 20-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഫെസസിലെ എൽഡേഴ്സിനെ അദ്ദേഹം കൂട്ടി വിളിച്ച് അവസാനമായി അദ്ദേഹം അവരെ കാണുമ്പോൾ 20-ന്റെ 17-ാമത്തെ വാക്യം, അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം വായിച്ചാട്ടെ. മിലേത്തോസിൽ നിന്ന് അവൻ എഫെസോസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ വരുത്തി. ഇവരെല്ലാം മൂപ്പന്മാരെ എല്ലാം കൂട്ടി വരുത്തി അവരോട് പറഞ്ഞു, ചില ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവരോട് കൊടുക്കുകയാണ്. അവരോട് കൊടുത്തേച്ച് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, 28-ാമത്തെ വാക്യം, വേഴ്സ് 28. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവീൻ. 26 വായിക്കും, 26, 27 കൂടെ. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അപ്പോസ്തലനായ പൗലോസിന്റെ ജോലി എന്താണെന്നറിയാം? ദൈവത്തിന്റെ ആലോചന പൂർണ്ണമായിട്ടും നിങ്ങളുടെ അടുക്കൽ പറഞ്ഞു തരിക എന്നുള്ളതാണ്. ഒരു കാര്യങ്ങൾ പോലും മറയ്ക്കാതെ. അപ്പം ഇവിടെ നിന്ന് നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി, നമ്മുടെ ജോലി എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ ആലോചനകൾ അതിൽ കൂട്ടുചേർക്കാതെ പൂർണ്ണമായിട്ടും നിങ്ങളോട് പറഞ്ഞു തരിക എന്നുള്ളതാണ്. നിങ്ങളെ കംഫർട്ടബിൾ ആയിട്ട് പലപ്പോഴും നമ്മൾക്ക് ബ്രദർ വൈ യു ടേക്കിംഗ് ഓൾ ഡിഫിക്കൽട്ട് വേർഡ്സ്, വൈ ഡോണ്ട് യു ഡു ഓൾ ദിസ് കംഫർട്ടബിൾ ആയിട്ടുള്ള ചില വേർഡ്സ് ഒക്കെ മാത്രം. ദൈവത്തിൻ്റെ വചനത്തിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള എഴുതുന്ന ചില ഭാഗങ്ങളുണ്ട്, ചില സമയത്ത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ചില ഭാഗങ്ങളുണ്ട്. അവിടെയൊക്കെ ചില തർജ്ജനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ വരുന്നതിന് ഒരു പക്ഷേ നമുക്ക് അത്ര സന്തോഷമായിരിക്കത്തില്ല.
പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, അപ്പോസ്തലനായ പൗലോസ് ഏതെങ്കിലും കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടില്ല, മുഴുവനും അദ്ദേഹം പറഞ്ഞു ദിസ് ഇസ് ദ ഹോൾ കൗൺസിൽ ഓഫ് ഗോഡ്. അതുകൊണ്ട് ഞാൻ ആരുടെയും രക്തത്തിന് കുറ്റക്കാരനായിരിക്കില്ല. വൈ? ബിക്കോസ് ഞാൻ ഏതെങ്കിലും കാര്യങ്ങൾ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സി വി ആർ നമുക്ക് ലോകത്തിൽ ഒരുപാട് ദൈവസഭകൾ എന്ന് വിളിക്കുന്ന ലോക്കൽ ചേർച്ചസ് ഉണ്ട്, പല ചേർച്ചസും ഉണ്ട്. പക്ഷേ എല്ലാവരും ഒരു ദിവസം ഈ പ്രധാന ശ്രേഷ്ഠ ഈ ഇടയൻ്റെ മുമ്പിൽ നിൽക്കേണ്ട ഒരു ദിവസമുണ്ട് എന്നുള്ളൊരു കാര്യം. ദാറ്റ് ഡേ ഈസ് കോമൺ. നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ പല സ്കൂളുകളിൽ നമ്മൾ പഠിക്കുന്നു, ചിലർക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്നു, ചിലയിടത്ത് ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം 10ാം ക്ലാസ് പരീക്ഷ എന്ന് പറഞ്ഞൊരു പരീക്ഷയുടെ ദിവസം എല്ലാവരും ഒരേ പരീക്ഷ എഴുതും. ആയതുപോലെ ഈ എല്ലാ സ്കൂളുകളിലും നമ്മൾ പല സ്കൂളുകളിൽ പഠിച്ചാലും വി വിൽ ഓൾ റൈറ്റ് ദ സെയിം എക്സാം. അപ്പോൾ ആ എക്സാമിൻ്റെ സമയത്ത് നമ്മൾ തോൽക്കാതിരിക്കേണ്ടതിന് അപ്പോസ്തലൻ പറയുകയാണ്, ഐ ഗേവ് യു ദ ഹോൾ കൗൺസിൽ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മുഴു കൗൺസിലും ഞാൻ നിങ്ങളെ അറിയിച്ചു, അതുകൊണ്ട് ഐ എം ഇന്നസെൻ്റ് അബൌട്ട് ഇറ്റ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, 27 ഐ ഹാവ് നോട്ട് ഷൻ ടു ഡിക്ലെയർ ടു യു ദ ഹോൾ കൗൺസിൽ ഓഫ് ഗോഡ്. ദെയർഫോർ ടേക്ക് ഹീഡ് ടു യുവർ സെൽഫ് ആൻഡ് ടു ഓൾ ദ ഫ്ലോക്ക് എമംഗ് വിച്ച് ദ ഹോളി സ്പിരിറ്റ് ഹാസ് മെയ്ഡ് യു ഓവർസിയേഴ്സ്. അതുകൊണ്ട് നീ ഇപ്പോൾ ചെയ്യണം, നിങ്ങളെ തന്നെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മളെ തന്നെ സൂക്ഷിക്കേണ്ട. നമ്മൾ മറ്റുള്ളവരോട് വലിയ കാര്യമൊക്കെ പറഞ്ഞേച്ച് ഞാനും എൻ്റെ കുടുംബവും നശിച്ചു പോകരുത്. അവനവൻ്റെ കുടുംബവും നോക്കിക്കോണം. പലരും മറ്റുള്ളവരെ ഉപദേശിച്ച് അവനവൻ്റെ കുടുംബത്തിന് അവിടെ യാതൊരു അഡ്രസ്സും ഇല്ലാത്തൊരു സിറ്റുവേഷനിലായി പോകരുത്. സോ അതുകൊണ്ട് ടേക്ക് ഹീഡ് ടു യുവർ സെൽഫ് ആൻഡ് to all the flock among which the Holy Spirit has made you overseers to shepherd the church of God which he purchased. വെറുതെ അല്ല, with his blood. വെറുതെ പർച്ചേസ് ചെയ്തല്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊടുത്ത് വാങ്ങിയ ദൈവസഭയാണ്. അപ്പോൾ ആ ദൈവസഭയെ പരിപാലിക്കണമെന്നാണ് അപ്പോസ്തലൻ എഫെസോസിലെ എൽഡേഴ്സിനോട് പറഞ്ഞത്. എന്തുകൊണ്ടാണ്? കാരണം അദ്ദേഹം പറഞ്ഞു, ഫോർ ഐ നോ ദറ്റ് ആഫ്റ്റർ മൈ ഡിപ്പാർച്ചർ savage wolves will come in among you and not sparing the flock. അപ്പോൾ അതുകൊണ്ട് and also from among yourself men will rise up speaking perverse things to draw away the disciples after themselves. അപ്പം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കൃത്യത, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഷാർപ്നെസ്, ഇതെപ്പോഴും നമ്മൾ ദൈവസഭയിൽ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യം അദ്ദേഹം പിന്നെയും അവിടെ പറയുക. അതുകൊണ്ട് ഷെപ്പേർഡ്സിനെ വാൺ ചെയ്ത് പറയുന്ന ചില ഭാഗങ്ങളാണ്. അപ്പം എന്തിനാണെന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, വൺ ഡേ ദ ചീഫ് ഷെപ്പേർഡ് വിൽ കം. ശ്രേഷ്ഠ ഇടയൻ വരുമ്പോൾ അവിടെ കണക്ക് കൊടുക്കണം. നമുക്കറിയാം, ഇസ്രായേൽ മക്കളുടെ അവരുടെ ഇടയ്ക്ക് അവരിടയന്മാരായിരുന്നല്ലോ. ഒരിടയന്മാരായിരുന്നു. 100 ആടിനെയും കൊണ്ട് പോയാൽ വൈകിട്ട് വരുമ്പോൾ ഈ 100 ആടിനും കണക്ക് കൊടുക്കണം. അതിൽ ഏതെങ്കിലും ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ അത് പോസിബിലിറ്റി ഉണ്ട്. ആ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇനി അദ്ദേഹം ഒരു പക്ഷേ അതിനെ തീറ്റിക്കൊണ്ട് പോകുമ്പോൾ ഒരാട് വരുമ്പോൾ വന്നപ്പോൾ പെട്ടെന്നൊരു ചെന്നായി ചാടി വീണു, ഒരാടിനെ പിടിച്ചു. ആടിനെ പിടിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് പറഞ്ഞാൽ അത് സ്വീകാര്യമല്ല. മറിച്ച് ചാടി വീണപ്പോൾ ഈ ഇടയനും കൂടെ ചാടി വീണപ്പോൾ ഈ ആടിൻ്റെ ഏതെങ്കിലും ഒരു കാലോ കയ്യോ കൊണ്ട് കാണിച്ചാൽ ദാറ്റ് പേഴ്സൺ ഈസ് സേഫ്. അദ്ദേഹം കുറ്റക്കാരനല്ല. എന്നാൽ ആടിനെ പിടിക്കാൻ വന്നപ്പോൾ ആടിനെ ചെന്നായി പിടിച്ചുകൊണ്ട് പോയി, ഇവിടെ വന്നിട്ട് 99 ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ ഇടയൻ അതിൻ്റെ കണക്ക് കൊടുക്കേണ്ടി വരും. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? എബ്രായ ലേഖനം 13-ാം അധ്യായത്തിലൊരു വാക്യമുണ്ട്, വായിച്ചാട്ടെ. എബ്രായ ലേഖനം 13-ാം അധ്യായം 17-ാമത്തെ വാക്യം. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവീൻ, അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. എല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ദൈവസഭയിൽ ഇടയന്മാരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറയുന്നത്? നിനക്ക് നന്നല്ല. നിങ്ങളുടെ obey those who rule over you and be submissive, for they watch over your souls as those who must give account. 10 പേരെ ഉള്ളെങ്കിലും 10 പേരുടെ കണക്ക് വൈകിട്ട്
ഇടയൻ അവിടെ ചെന്ന് ഇടയന് കൊടുക്കണം 10 പേരുടെ കണക്ക്. യു മസ്റ്റ് ഗീവ് അക്കൗണ്ട്. ദ ഷെപ്പേർഡ്സ് മസ്റ്റ് ഗീവ് അക്കൗണ്ട്. ഷെപ്പേർഡ്സ് നീഡ് ടു ക്യാരി ദം ഇൻ ദെയർ മൈൻഡ്, ഇൻ ദെയർ പ്രേയർ. അവരുടെ പ്രാർത്ഥനയിൽ, അവരുടെ ജീവിതത്തിൽ കർത്താവെ അങ്ങ് കൊണ്ട് എത്തിക്കാനുള്ളതാ. ഇടയശ്രേഷ്ഠൻ വരുമ്പോൾ അവിടെ കൊണ്ട് ചെന്ന് എത്തിക്കാനുള്ളതാ ഈ 100 പേരെങ്കിൽ 100 പേരെയും. സോ യു മസ്റ്റ് ഗീവ് അക്കൗണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ലെറ്റ് ദം ഡു വിത്ത് ജോയ്. സന്തോഷത്തോടെ ചെയ്യാൻ. ആ സഹോദരനെ കുറിച്ച് ഓർക്കുമ്പോൾ തലവേദന പിടിച്ചൊരു സഹോദരൻ, തലവേദന പിടിച്ചൊരു കുടുംബം. പറഞ്ഞാൽ കേൾക്കത്തില്ല, ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കത്തില്ല. നമുക്കറിയാം ചില ആടുകളുണ്ട്, ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഓടും. അപ്പം ഇടയൻ അതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുക. അതാണ് ഈ 99-നെയും വിട്ടേച്ച് ഒരെണ്ണത്തിൻ്റെ പുറകെ പോകുന്നതിൻ്റെ കാര്യം. കാരണം അതിനെയും കൂടെ കൊണ്ടുപോകണം. കാരണം 100 പേരുടെയും കണക്കവിടെ കൊണ്ട് കൊടുക്കണം. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ലെറ്റ് ദം ഡു വിത്ത് ജോയ് നോട്ട് വിത്ത് ഗ്രീഫ്. ഞരങ്ങിക്കൊണ്ടല്ല. ചിലരുടെയൊക്കെ കാര്യം ഓർക്കുമ്പോൾ ഞരങ്ങിക്കൊണ്ടല്ല. So that means, what does it mean? It means we must be accountable. ദൈവസഭയോട് നമുക്കൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്. നമുക്കറിയാം, ഈ നമ്മൾ പലരും ഓഫീസിലൊക്കെ പോകുന്നുണ്ട്, ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇന്ന് ഓഫീസിൽ പോകുന്നില്ല. ഒരു ഉച്ചയാകുമ്പോൾ ബോസ് വിളിക്കും, എടാ നീ എവിടാ? അങ്ങനെയാണോ? നാളെ പോകുന്നില്ലെങ്കിൽ ഇന്നേ വിളിച്ച് പറയും, സാറേ ഞാൻ നാളെ വരത്തില്ല കേട്ടോ. അങ്ങനെയാണോ നിങ്ങളുടെയൊക്കെ? വേറെ ആരെങ്കിലും ഏൽപ്പിക്കും, ഇന്ന പണിയൊക്കെ ഉണ്ട് അതൊക്കെ പറഞ്ഞ്. അങ്ങനെയല്ലേ നിങ്ങളൊക്കെ ചെയ്യുന്നത്? ദൈവസഭയിലോ വന്നാലായി വന്നില്ലേലായി, അങ്ങനെയാണോ? യു അണ്ടർസ്റ്റാൻഡ്? It is possible that we can not come on one day, possible, but please pick up the phone and say, dear, ആരോടെങ്കിലും, are you accountable? Tell somebody, dear brothers, I will not be able to come today. Whoever it is, whoever is leading, at least somebody is aware of it. എന്തുകൊണ്ടോ എല്ലാവരും അക്കൗണ്ടബിലിറ്റി സ്റ്റാർട്ട്സ് there. ഓരോ കാര്യത്തിനും എനിക്കാണ്, ഞാൻ എന്നെ പോലെ, എനിക്കെൻ്റെ ഇഷ്ടപോലെ ചെയ്യും. അല്ലേ അല്ല, വേറെ ബോഡി. ഒരാൾക്കുള്ള ബുദ്ധിമുട്ട് മുഴുവൻ സഭയും ബാധിക്കും. മനസ്സിലായോ? ഇസ്രായേൽ മക്കൾ അഖാനല്ലേ പാപം ചെയ്ത്, അതുകൊണ്ട് തന്നെ ഒരുത്തനും പോകണ്ട, അവിടെ നിൽക്കുക, ഈ കാര്യം സെറ്റിൽ ചെയ്തേച്ച് മുമ്പോട്ട് പോയാൽ മതിയെന്ന്. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഒരാളല്ലേ കുഴപ്പമില്ല, ഇറ്റ് അഫക്ട്സ് ദ ഹോൾ ബോഡി. നമ്മൾ എത്രമാത്രം ദൈവസന്നിധിയിൽ രഹസ്യത്തിൽ. അതുകൊണ്ട് അവനവൻ്റെ കൂടാരം അവനവൻ നോക്കിക്കൊണ്ടും, കൂടാരത്തിന് മുമ്പിൽ എല്ലാവരും നിൽക്കും. ആഖാൻ്റെയൊക്കെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പം നമ്മൾ മനസ്സിലാക്കണം. അപ്പം സന്തോഷത്തോടെ ചെയ്യാൻ. വാട്ട് വുഡ് ബി, അവിടെ പറഞ്ഞിരിക്കുന്നത്, ഫോർ വാട്ട് വുഡ് ബി അൺപ്രോഫിറ്റബിൾ ഫോർ യു, ലെറ്റ് ദം ഡു വിത്ത് ജോയ് ആൻഡ് നോട്ട് വിത്ത് ഗ്രീഫ്, ഫോർ ദാറ്റ് വുഡ് ബി അൺപ്രോഫിറ്റബിൾ ഫോർ യു. അത് നിങ്ങൾക്ക് നന്നല്ല. നമ്മളുടെ കുടുംബജീവിതത്തിന് അനുഗ്രഹമാകേണ്ടതിന്, ദൈവസഭയിൽ വരുന്ന അനുഗ്രഹമാകേണ്ടതിന്, കർത്താവെ ദൈവത്തോട്, ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, ദൈവത്തോടുള്ള അക്കൗണ്ടബിലിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി. വേറെ ഒന്നും നമുക്ക് വേണം. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് 1 പത്രോസ് 5 മടങ്ങി വരുമ്പോൾ, ഇത് ഷെപ്പേർഡ്സിനോട് പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം. നമ്മൾ അധികാരത്തിലിരിക്കുന്ന ഓരോ ലെവലിലുള്ളവരോട് നമുക്ക് അധികാരങ്ങളുണ്ട്, ഇതൊക്കെ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞേച്ച്, അതുകൊണ്ട് ലൈക്ക് വൈസ് യു യങ്ങർ ബ്രദേഴ്സ്. 5-ാമത്തെ വാക്യം, വേഴ്സ് 5. അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവീൻ. എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവീൻ. ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ വാക്യം അവരോട് യൂസ് ചെയ്യുന്നത്. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവരോടോ. അപ്പോസ്തലനായ പത്രോസിൻ്റെ ലേഖനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹം ഈ ആദ്യമേ 2-ാം അധ്യായത്തിലോട്ട് കടന്നു വരുമ്പോൾ, ഐ ഹാവ് ഹെഡിങ്സ്, അതൊന്ന് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ബൈബിളിനകത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ 2-ാം അധ്യായത്തിലോട്ട് കൊണ്ട് കടന്നു വരുമ്പോൾ, സബ്മിഷൻ ടു ഗവൺമെൻറ്, സബ്മിഷൻ ടു മാസ്റ്റേഴ്സ്, സബ്മിഷൻ ടു ഹസ്ബൻഡ്സ്, എ വേർഡ് ടു ഹസ്ബൻഡ്സ് എന്നും പറഞ്ഞൊക്കെ ഞാൻ പറഞ്ഞ പല ഹയറാർക്കികളുണ്ട്. എന്താണ്? അവിടെയൊക്കെ ഒരു കീഴ്പ്പെടലുണ്ട്. മക്കളെ സംബന്ധിച്ചിടത്തോളം മക്കൾക്ക് പേരൻസിനോടൊരു കീഴ്പ്പെടലുണ്ട്. ഞാൻ പല ആവർത്തികളും എൻ്റെ ഹൃദയത്തിൽ, ഞാൻ പലപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ചിന്തിക്കാറുണ്ട്. ഇഫ് യു ഗോ ആൻഡ് റീഡ് തിമോത്തിയോസിൻ്റെ ബുക്കൊക്കെ വായിക്കുമ്പോൾ, we as kids are supposed to take care of our parents very well. എന്തുകൊണ്ടാണ്?
എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് നന്മയുണ്ടാകേണ്ടതിനും. വാക്യം എടുത്ത് വായിച്ചേ, എഫിഷ്യൻസ് വായിച്ചാൽ കുഞ്ഞുങ്ങൾ ആരെങ്കിലും വായിച്ച വാക്യം. It may go well with you and you will live longer. Praise the Lord. If you want to go well with you and you want to live longer or healthy, it's good to take care of diet, but take care of these things. Honor your parents. 1 Timothy chapter 4 verse 8. Chapter 5 verse 8. 1 തിമോത്തി 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വേഗം വായിച്ചേ. തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസികളെക്കാൾ അധമനായിരിക്കുന്നു. യെസ്. 4-ാമത്തെ വാക്യം. വല്ല വിധവയ്ക്കും പുത്രപൗത്രന്മാർ ഉണ്ടെങ്കിൽ അവർ മുമ്പേ സ്വന്തം കുടുംബത്തിന്റെ ഭക്തി കാണിച്ച് ഷോ പിറ്റി അറ്റ് ഹോം. പിന്നെ and to repay their parents, for this is good and acceptable before God. വായിച്ചടന്നൂടെ. വല്ല വിധവയ്ക്കും പുത്രപൗത്രന്മാർ ഉണ്ടെങ്കിൽ അവർ മുമ്പേ സ്വന്തം കുടുംബത്തിന് ഭക്തി കാണിച്ച് അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കട്ടെ. ഇത് ദൈവസന്നിധിയിൽ പ്രസാദകരമാകുന്നു. ഇത് നമ്മൾ പഠിക്കണം. നമ്മളുടെ ജീവിതത്തിൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. അവർ നമുക്ക് എന്തെങ്കിലും തരുന്നുണ്ടോ? ഒന്നുമല്ല, തരേണ്ടതൊക്കെ തന്നു. അവർക്ക് ഇനി എന്തെങ്കിലും ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ അത് കിട്ടണമല്ലോ എന്ന് വിചാരിച്ചല്ല. നോ, യു നീഡ് ടു ഡു ഇറ്റ് ജസ്റ്റ് ബിക്കോസ് ദേ ആർ ഗോഡ് ഗിവൺ പേരൻസ് and we are supposed to take care of them and it will go well with you. That's what God's word says. God will take care of you. He says, for this is good and acceptable before God. ദൈവത്തിൻ്റെ മുമ്പാകെ acceptable ആണെന്ന് പറഞ്ഞിരിക്കുന്നു. And this is the whole counsel of God, by the way. ദൈവത്തിൻ്റെ മുഴുവൻ ആലോചനയുടെ ഒരു ഭാഗമാണിതും. അത് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാകണം. And I say, I'm very holy, I'm all that is fine. You need to take care of your parents as well. That responsibility is on you. As much as you can. നമുക്കറിയാം നമ്മൾ ഇവിടെയാണ്, നമ്മുടെ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. But I'll tell you, always have a heart for that. Always have a heart for that. Not for any gain from them. They have given you the best, or maybe not given you the best. പക്ഷേ you are doing it for God. ദൈവത്തിന് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത്. ദൈവത്തിന് മുമ്പാണ് ചെയ്യുന്നത്. Hallelujah. I'll tell you, God has taught me very young when we were in the church. God has taught me, take care of your parents when we are very young. We have been taught. Dear brothers, let me tell you, it will go well with you and with your family. According to God's word, you mark my words. And it was in my heart many times. So now, again, so likewise, 1 Peter chapter 5 verse 5. Likewise, you younger people, submit yourself to your elders. That's talking about the church. Yes, all of you be submissive one another and be clothed with humility. നമുക്കൊക്കെ ഒരു ഉടുപ്പുണ്ടാകണം. We talk about clothing, all that. But he's talking about a cloth of humility. താഴ്മയുടെ വസ്ത്രം. നമ്മൾ അന്യോന്യം ധരിക്കുന്ന നമുക്ക് ധരിക്കേണ്ട കാര്യത്തെക്കുറിച്ച് ആ വാക്യം ഒന്ന് വായിച്ചു. 5:5. അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവീൻ. എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവീൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. താഴ്മയുള്ളവരെന്ന് പറയുമ്പോഴത്തേക്ക് പതുക്കെ സംസാരിക്കുകയും ഇതൊന്നുമല്ല പ്രിയ സാരങ്ങളെ. Do what the Lord says. That is what humility is all about. Do what the Lord says. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരാം. Do what the Lord says. A humble person will obey God. Simple as that. Not to think of something which is more of himself. A humble person's definition is very simple. He obeys God. And that is what the most humble person is. കർത്താവായ യേശു ക്രിസ്തു തനിക്ക് തന്നെ ഒന്നും ചെയ്യാതെ പിതാവിനോട് ചോദിച്ചു, Father, is it okay for me to go? Father, it's fine. Praise God. What a wonderful life. എന്തിനു വേണ്ടിയാണ് കർത്താവ് നമ്മളോട് ചെയ്യുന്നതെന്നറിയാം? So that it may go well with us. നമ്മളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകേണ്ടത്. നമ്മൾ പലപ്പോഴും അനുഗ്രഹം ബൈ ഡിഫോൾട്ട് അനുഗ്രഹങ്ങൾ വരത്തില്ല പ്രിയ സാരങ്ങളെ. And there is an order for it.
ആ ഓർഡറിനെ കുറിച്ചാണ്. Therefore humble yourself under the mighty hand of God that he may exalt you in due time. Verse 6. ആറാമത്തെ വാക്യം. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. So the blessing is going to come provided you humble yourself. So if you don't humble yourself, the blessing, God cannot bless you. ദൈവം നമുക്ക് തരുന്ന ഓരോ അനുഗ്രഹങ്ങൾ, ദൈവസഭയിൽ തരുന്ന അനുഗ്രഹങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തലമുറകൾക്കൊക്കെ കിട്ടുന്ന അനുഗ്രഹങ്ങൾ, ഒരു കാര്യം മനസ്സിലാക്കണം, ഇറ്റ് ഗോസ് ഇന്റർലൈൻ വിത്ത് ഹ്യൂമിലിറ്റി. അതതിൻ്റെ കൂടെ ചേർന്ന് പോകുന്നൊരു കാര്യമാണ്. When I humble myself before my God, the Lord will lift me up. And that is God's way of doing things. That's God's principle. I don't know why I had to say this thing. I asked Lord, normally this is a message not meant for the church, it's meant for elders. But the Lord told me again and again to take this particular portion. So I'm taking this. That's the reason I took this particular portion. May God bless us. Amen.